അട്ടപ്പാടിയിലെ ശിവരാത്രി വളരെ പേരുകേട്ട ഒന്നാണ്. അട്ടപ്പാടി ചെമ്മണ്ണൂർ മല്ലീശ്വര അമ്പലത്തിൽ എല്ലാ വർഷവും ശിവരാത്രി നടക്കാറുണ്ട്. നമ്മളെല്ലാ വർഷവും അത് പോയി കാണാറുമുണ്ട്. പോകുക അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുക എന്നല്ലാതെ ഇതിൻ്റെ പുറകിലെ ചടങ്ങുകൾ എന്താണെന്ന് ഇതുവരെ അന്വേഷിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ ഈ വർഷം അതിൻ്റെയൊക്കെ പുറകെ നടന്നു. കുറച്ചൊക്കെ ചടങ്ങുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. പിന്നെ അത് മാത്രമല്ല, അട്ടപ്പാടി ചെമ്മണ്ണൂർ അമ്പലത്തിലെ പെരിയസ്വാമിയായ ശശിയേട്ടനാണ് നമുക്ക് ശിവരാത്രിയുടെ ചടങ്ങുകളെക്കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞു തന്നത്. അപ്പോൾ ശശിയേട്ടൻ്റെ വാക്കുകളിലൂടെയാണ് നമ്മൾ ഈ വർഷത്തെ ശിവരാത്രി ഓർമ്മകളിലൂടെ കടന്നു പോകുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ 1980 ഇന്ത്യയിലെ 4 ട്രൈബൽ പ്രോജക്റ്റിലൊന്നായ അട്ടപ്പാടി ട്രൈബൽ പ്രോജക്റ്റിലെ പ്ലാനിംഗ് ആൻഡ് എക്കണോമിക് ഓഫീസറായിട്ട് ആണ് ഞാൻ ഇവിടെ വന്നത്. എൻ്റെ ജോലി പ്ലാനിംഗ് ആൻഡ് മോണിറ്ററിംഗ് ആയിരുന്നു. അതായത് അട്ടപ്പാടി ഏരിയയിൽ ട്രൈബൽസിന് വേണ്ടി എന്തൊക്കെ പദ്ധതികൾ ഉണ്ടാക്കണം, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അതിനെ മോണിറ്റർ ചെയ്യണം. ഇതായിരുന്നു എൻ്റെ ജോലി. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് അന്നുണ്ടായിരുന്ന 132 ഊരുകളിലും എനിക്ക് പോകേണ്ടി വന്നു. ഞാൻ അവിടെയുള്ള ആദിവാസി വിഭാഗത്തിൽ ഒരു ആദിവാസി ഊരിൽ 4 പേരാണ് ഉള്ളത്. 1 മൂപ്പൻ, 2 കുരുതല, 3 ഭണ്ണാരി, 4 മണ്ണൂക്കാരൻ. ഇവരുമായിട്ടൊക്കെ സംസാരിച്ച് ഇവരുടെ ചരിത്രവും ബാക്കിയുള്ള എല്ലാം ഒന്ന് പഠിച്ചതിന് ശേഷമാണ് ഇവയ്ക്ക് വേണ്ടിയ ഓരോ പ്രോജക്റ്റുകളും ഞാൻ ഉണ്ടാക്കിയത്. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഈ മൂപ്പന്മാരോട് സംസാരിച്ചപ്പോൾ എനിക്ക് കിട്ടിയ അറിവാണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത്. ഈ അട്ടപ്പാടിയെ സംബന്ധിച്ച് അട്ടപ്പാടിയിൽ കേരളത്തിൽ തന്നെ 2 വിഭാഗമുള്ളത്. ഒന്ന് ദ്രാവിഡ സംസ്കാരവും ഒന്ന് വൈഷ്ണവ സംസ്കാരവും. ആ ദ്രാവിഡ സംസ്കാരത്തിൽപ്പെട്ടതാണ് അട്ടപ്പാടി ഊര്. കാരണം ഒന്ന് കർണാടകത്തിൽ നിന്നും കുടിയേറിയ ആൾക്കാരും തമിഴ്നാട്ടിൽ നിന്ന് കുടിയേറിയ ആൾക്കാരുമാണ് അട്ടപ്പാടിയിൽ ഏറ്റവും കൂടുതലുള്ളത്. അവരുടെ സംസ്കാരം വച്ചുകൊണ്ടാണ് ഇവിടെ അട്ടപ്പാടിയിൽ ദ്രാവിഡ സംസ്കാരമാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ ഫലമായി അവർ ശിവനെയാണ് ആരാധിച്ചിരുന്നത്. വൈഷ്ണവർക്കാണ് വിഷ്ണു, ദ്രാവിഡർക്ക് ശിവനായിരുന്നു. ആ ശിവനെ ഇവർ ആരാധിച്ചത്. ഇനി മല്ലീശ്വരൻ കുടിമുടി കേരളത്തിലെ രണ്ടാമത്തെ ഹയസ്റ്റ് പീക്ക്. ഫസ്റ്റ് ആനമുടി, സെക്കൻഡ് മല്ലീശ്വരൻ പീക്ക്. ഇത് തമ്മിൽ ഏതാണ്ട് 5 മീറ്ററിൻ്റെയോ 5 അടിയുടെയോ മറ്റോ വ്യത്യാസമുണ്ട്. സെക്കൻഡ് ഹയസ്റ്റ് പീക്കാണ് മല്ലീശ്വരം മുടി. ഇവർ പറഞ്ഞ അറിവ് വെച്ചിട്ട് മഹാദേവനായ പരമശിവൻ തെക്കോട്ട് പ്രയാണം ചെയ്ത സമയത്ത് കേരളത്തിനും കിഴക്കോട്ടൊഴുക പുഴയായ ഭവാനിപ്പുഴയിൽ ഈ ആദിവാസി സംസ്കാരം വച്ചിട്ട് നല്ലൊരു സൗന്ദര്യവതിയായ സ്ത്രീ ഭവാനിപ്പുഴയെ കുളിക്കുന്ന കാണുകയും ആ സ്ത്രീയിൽ ഭ്രമിച്ച മഹാദേവൻ ആ സ്ത്രീയുമായിട്ട് അന്ന് ശാരീരിക ബന്ധം പുലർത്തുകയും ചെയ്തു. അന്നത്തെ സംസ്കാരം വച്ചിട്ട് ആദിവാസികൾക്ക് ഏക ഭർത്താവ് മാത്രമേ പാടുള്ളൂ. ഏതെങ്കിലും അന്യപുരുഷനുമായിട്ട് ആദിവാസി സ്ത്രീ ബന്ധപ്പെട്ടാൽ അവരെ ഊരുവിലക്ക് കൽപ്പിച്ച് പുറത്താക്കുമായിരുന്നു. അതില്ലാതെ ഈ സ്ത്രീ ഈ പരമശിവനെ തന്നെ ധ്യാനിച്ചുകൊണ്ട് ഭർത്താവായി അംഗീകരിച്ച് കഴിഞ്ഞു. ഈ സ്ത്രീ കരുവാര ഊരിൽപ്പെട്ട മല്ലി എന്ന് പറഞ്ഞ സ്ത്രീയാണ്. 10-18 വർഷത്തിന് ശേഷം ഈ മഹാദേവൻ വീണ്ടും ദക്ഷിണായനത്തിൽ യാത്ര ചെയ്യുമ്പോൾ പഴയ സ്ഥലത്ത് തന്നെ, അതായത് ഭവാനിപ്പുഴ തീർത്ത് തന്നെ പണ്ട് കണ്ട
അതേ രൂപത്തിലും സൗന്ദര്യത്തിലുമുള്ള സ്ത്രീയെ കാണുകയും ആ സ്ത്രീയിൽ ഭ്രമിക്കുകയും ഇത് കണ്ടുകൊണ്ട് വന്നത് മല്ലിയായിരുന്നു. ആ മല്ലി മഹാദേവനെ ശപിക്കുകയും നീ എന്നെയും എൻ്റെ മകളെയും ഭാര്യയാക്കിയില്ലേ അവിടെ നീ കല്ലായി പോട്ടെ എന്ന് പാതിവൃത്യ ശുദ്ധിയോടുകൂടി ശപിച്ചതുകൊണ്ട് ഭഗവാൻ ശിവൻ കല്ലായി മാറുകയും നീ എനിക്കൊരു തെറ്റുപറ്റി നീ എന്നെ ശപിച്ചു പക്ഷെ ഞാൻ കല്ലായി മാറി, എന്നാൽ എൻ്റെ മല്ലി നീയും എൻ്റെ അടുത്ത് തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് മല്ലിയെയും കല്ലായി മാറ്റിയതാണ് ഇന്ന് കാണുന്ന ഈ രണ്ട് മുടി. ഇതാണ് മല്ലീശ്വര മുടി ഉണ്ടായ ചരിത്രം. ശിവൻ്റെ പത്നിയായ മല്ലി, കരുവാര ഊരിലെ പെൺകുട്ടിയായ മല്ലി, ആ മല്ലിയും പാറയായി മാറിയതുകൊണ്ട് അട്ടപ്പാടിയിൽ മൊത്തം കൃഷിനാശം ഉണ്ടാകുകയും വരൾച്ച ഉണ്ടാകുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് അന്നത്തെ ഊരുമൂപ്പന്മാരുടെ നേതാവായിരുന്ന കൊല്ലങ്കടവ് ഊരുമൂപ്പൻ ശിവനെ ഭജിക്കുകയും അങ്ങനെ ശിവൻ പ്രത്യക്ഷപ്പെട്ടിട്ട് വരം കൊടുക്കുകയും അട്ടപ്പാടിയിലുള്ള എല്ലാ ഊരിൽ നിന്നും ഉള്ള ആൾക്കാർ അവർ വിതയ്ക്കാൻ പോകുന്ന കൃഷി എന്താണോ, അത് നെല്ലാണോ ചാമയാണോ കോറയാണോ തുമരയാണോ എന്നുള്ളതല്ല, ആ വിത്തുകൾ കൊണ്ടുവന്ന് മല്ലീശ്വരനെ, അതായത് ശിവനെ പൂജിച്ചിട്ട് അതിൻ്റെ ഒരംശമെടുത്ത് അവരുടെ കൃഷി സ്ഥലത്ത് വീണ്ടും കൃഷി ചെയ്താൽ നല്ല ഫലഭൂയിഷ്ടമായ കൃഷി ഉണ്ടാകുമെന്നും പിന്നെ എന്നെ പൂജിക്കാൻ എൻ്റെ ഭാര്യയുടെ ഊരായ കരുവാരിൽ നിന്ന് ആരും എന്നെ ദർശിക്കാൻ വന്നില്ലെങ്കിലും അവരുടെ ഗോത്രമായ മുടുക വംശത്തിൽ നിന്നുള്ള ആൾക്കാർ എന്നെ വർഷത്തിലൊരിക്കൽ എൻ്റെ സന്നിധാനത്ത് വന്ന് ശബ്ദത്തിൽ വന്ന് പൂജിക്കുകയും വേണമെന്ന് അരുളി ചെയ്തു എന്നാണ് വിശ്വാസം. അതനുസരിച്ചാണ് ഇപ്പോഴും മുടുക ഗോത്രങ്ങളായ കൊറ്റിച്ചല്, അബന്നൂർ മുതലായ ഊരിൽ നിന്നും ആൾക്കാരെ എല്ലാ ശിവരാത്രി ദിവസവും മല്ലീശ്വരമുടിയിൽ പോകുന്നതും അവിടെ അവരുടേതായ പൂജ നടത്തുന്നതും അവിടെ കത്തിക്കുന്ന വിളക്ക് കണ്ടാൽ മാത്രമേ അട്ടപ്പാടി ഏരിയയിലുള്ള 132 ഊരിൽ ആദിവാസിക്ക് വയസ്സ് കൂടിയുള്ളൂ എന്നും കൂടി ഒരു വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ ഈ മല്ലീശ്വരമുടിക്ക് പകരമായിട്ട് നിത്യ പൂജ നടത്തുന്നതിന് വേണ്ടി ചെമ്മണ്ണൂരിൽ ഒരു ക്ഷേത്രം പണിയുകയും ആ ക്ഷേത്രത്തിൽ പൂജാകർമ്മങ്ങൾക്ക് വേണ്ടി കൊല്ലങ്കടവ് ഊരുകാർക്ക് മാത്രമേ അവകാശമുള്ളൂ എന്ന് അന്ന് തീരുമാനിച്ചതാണ്. അത് പ്രകാരമാണ് ഇപ്പോഴും മല്ലീശ്വര ക്ഷേത്രത്തിൽ പൂജാരിമാർ കൊല്ലങ്കടവ് ഊരുകാരായിരിക്കും. അതുപോലെ തന്നെ കൊല്ലങ്കടവ് ഊരിലെ മൂപ്പൻ അന്ന് പൂജിച്ച വിഗ്രഹമാണ് ഇപ്പോഴും കൊല്ലങ്കടവ് ഊരിൽ തന്നെ സൂക്ഷിച്ച് പൂജിക്കുന്നതും. എല്ലാ വർഷവും ശിവരാത്രി ദിവസം ആ വിഗ്രഹം കൊണ്ടുവന്ന് ഭവാനിപ്പുഴയിൽ ശുദ്ധമാക്കിയതിന് ശേഷം ആ വിഗ്രഹത്തോടു കൂടിയാണ് മലപൂജാരിമാരായ മുരുക മല്ലീശ്വരമുടിയിലേക്ക് പൂജയ്ക്ക് വേണ്ടി അയക്കുന്നതും ഈ വിഗ്രഹത്തിൻ്റെ അനുഗ്രഹത്തോടു കൂടിയാണ്. ഈ ശിവരാത്രി കഴിഞ്ഞാൽ തിരിച്ച് ഈ വിഗ്രഹം കൊല്ലങ്കടവ് ഊരിൽ തന്നെയാണ് കൊണ്ടുവയ്ക്കുന്നത്. ഇതാണ് മല്ലീശ്വര ക്ഷേത്രവും ശിവരാത്രിയും തമ്മിലുള്ള ഐതിഹ്യം ഞാൻ മനസ്സിലാക്കിയത്.
എല്ലാ കൊല്ലങ്ങളായിട്ടുള്ള ആചാരപ്രകാരം കൊല്ലങ്കടവിൽ നിന്നുള്ള വിഗ്രഹം ചെമ്മണ്ണൂരിലേക്ക് അശോകപ്പാറ വഴിയാണ് കൊണ്ടുവരുന്നത്. വിഗ്രഹം കൊണ്ടുവരുന്നതിനായി വഴിനീളെ വെള്ളമൊഴിച്ച് വഴികാട്ടിയായി പോകുന്ന പുതിയ തലമുറയിലെ പെൺകുട്ടിയും ശംഖുനാഥത്തിൻ്റെയും വാഴക്കുലയുടെയും അകമ്പടിയോടെ ചെമ്മണ്ണൂരിലേക്ക് ഊരുമൂപ്പൻ കൊണ്ടുപോകുന്ന വിഗ്രഹത്തെ ചെമ്മണ്ണൂർ അമ്പലത്തിൽ നിന്നും ശിങ്കാരി മേളത്തോടെ വന്ന് ക്ഷണിച്ച് ആനയിച്ച് ചെമ്മണ്ണൂർ മല്ലീശ്വര ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്നു. അതിരാവിലെ എഴുന്നേറ്റ് ഭവാനിപ്പുഴയിൽ കുളിച്ച് മല്ലീശ്വരമുടിയുടെ അടിവാരത്തുള്ള പന്നിയൂർപ്പടിയിലെ അമ്പലത്തിൽ പൂജകളെല്ലാം കഴിഞ്ഞതിന് ശേഷം അമ്പലത്തിലെ പൂജാരി ഒഴിച്ച് ബാക്കിയുള്ള മലപൂജാരിമാരെ എല്ലാവരും തങ്ങളുടെ കയ്യിലുള്ള മുളങ്കോട്ടവുമായി ഭക്തരുടെ പൂജയ്ക്കായി കാത്തു നിൽക്കുന്നു. അതിരാവിലെ മുതൽ തന്നെ ഭക്തരുടെ കയ്യിൽ നിന്നും പാൽ, വെളിച്ചെണ്ണ, നെയ്യ്, വിളക്കെണ്ണ തുടങ്ങിയ നേർച്ചകളെല്ലാം ശേഖരിച്ച് തങ്ങളുടെ കയ്യിലുള്ള മുളകളെല്ലാം നിറച്ചതിന് ശേഷം ചെമ്മണ്ണൂർ അമ്പലത്തിൽ നിന്നും ഇവരെ സ്വീകരിക്കാനായി ശിങ്കാരിമേളത്തിൻ്റെ അകമ്പടിയോടെ എല്ലാവരും എത്തുന്നു. ചെമ്മണ്ണൂർ അമ്പലത്തിലേക്കാണ്. കൊല്ലങ്കടവ് അമ്പലത്തിൽ നിന്നുള്ള വിഗ്രഹം ഭവാനിപ്പുഴയിൽ എത്തിച്ച് ശുദ്ധിയാക്കിയതിനു ശേഷം ഈ വിഗ്രഹത്തിൻ്റെ അകമ്പടിയോടുകൂടി മലപൂജാരിമാരെ ചെമ്മണ്ണൂർ അമ്പലത്തിലേക്ക് കൊണ്ടുപോകുന്നു.
മലപൂജാരിമാരെ ചെമ്മണ്ണൂർ അമ്പലത്തിൽ എത്തിച്ച ശേഷം മല്ലീശ്വരമുടിയിൽ കത്തിക്കാനുള്ള തിരി തയ്യാറാക്കുന്നു. ഇതിനും കൊല്ലങ്കടവ് അമ്പലത്തിലെ ആൾക്കാരും ബാക്കിയുള്ള പൂജാരിമാരുമാണ് നേതൃത്വം നൽകുന്നത്. കോഴിക്കോട് സാമൂതിരിയുടെ കുടുംബത്തിൽ നിന്നുള്ള തിരിയും മൂപ്പിൽ നായരുടെ കുടുംബത്തിൽ നിന്നുള്ള ബാക്കിയുള്ള പൂജാ സാധനങ്ങളുമായിട്ടാണ് മല്ലീശ്വരമുടിയിൽ കത്തിക്കാനുള്ള തിരി തയ്യാറാക്കുന്നത്. ഈ തിരി തയ്യാറാക്കിയതിന് ശേഷം ബാക്കി വരുന്ന നൂലുകളെല്ലാം ഭക്തർക്ക് വിതരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള തിരിയുടെ ശേഷിപ്പുകൾ വീട്ടിൽ കത്തിച്ച് വെച്ചാൽ അല്ലെങ്കിൽ നിലവിളക്കിൻ്റെ കൂടെ കൊളുത്തി വെച്ചാൽ വീട്ടിൽ ഐശ്വര്യം വരുമെന്നും സകല രോഗബാധകളും വിട്ടുപോകും എന്നുമാണ് വിശ്വാസം. ഇതിൽ ഒരു കാര്യം വരുന്നത് കോഴിക്കോട് സാമൂതിരിയും തമ്മിലുള്ള ബന്ധമാണ്. അതിനെക്കുറിച്ച് ഞാൻ എൻ്റെ അറിവ് മല്ലീശ്വര ക്ഷേത്രത്തിൽ ക്ഷേത്രം നിർമ്മിക്കാനും അവിടെ കൊല്ലങ്കടവ് പോയാലും പൂജിക്കാനും മുരുക വംശരായ പൊട്ടിക്കലോ അഭിനവകാര് മലമുകളിൽ പോയി പൂജിക്കാനുമുള്ള തീരുമാനം ഉണ്ടായ അക്കൂട്ടത്തിൽ തന്നെ സാമൂതിരിയായുള്ള കോഴിക്കോട് മഹാരാജാവിനെ അറിയിക്കുകയും മഹാരാജ പറഞ്ഞ അങ്ങനെയാണെങ്കിൽ ശിവരാത്രിക്ക് മല്ലീശ്വരമുടിയിൽ തെളിയിക്കാനുള്ള എണ്ണ എൻ്റെ വകയും അത് കോഴിക്കോട് സാമൂതിരിയുടെ വകയും കൂടെ ഉണ്ടായിരുന്ന മൂപ്പിൽ നായരുടെ വക തിരിയും ആണ് അന്ന് കൽപ്പിച്ച് അനുവദിച്ചത്. അതാണ് ഇപ്പോഴും തുടരുന്നതാണ് എന്നാണ് എൻ്റെ അറിവ്. മല്ലീശ്വര ശിവരാത്രി ദിവസം മലമുകളിൽ കത്തിക്കേണ്ട എണ്ണ കോഴിക്കോട് സാമൂതിരിയുടെ അവിടെ നിന്നും തിരി മൂപ്പിനാരുടെ വീട്ടിൽ നിന്നുമാണ് തന്നുവിടുന്നത്. ഈ തിരി ചുറ്റുന്നതിനും തിരി കുംഭം പോലെ ഉണ്ടാക്കിയെടുക്കുന്നതിനും ഒരവകാശം നമ്മുടെ പെട്ടിക്കലുള്ള ഒരു മൂപ്പിന് ഒരു
കുടുംബക്കാർക്ക് കൊടുത്തിട്ടുള്ള അവരാണ് ഇപ്പോഴും ചെയ്യുന്നത്. പിന്നെ കഴിഞ്ഞ ഒരു 6-7 വർഷം കൊണ്ടാണ് ഇപ്പം മുമ്പ് ഈ ഫോണും ഒന്നും ഇല്ലാത്ത കാലത്ത് വലിയ കാര്യങ്ങൾ വലിയ ഇതില്ലായിരുന്നു. പക്ഷെ അപ്പോഴും അട്ടപ്പാടിയിൽ പ്രത്യേകിച്ചും ഇരുന്ന വിഭാഗത്തിലെ ആൾക്കാർ അവരുടെ ചടങ്ങുകൾക്ക് മുഴുവൻ പൊയ്ക്കൊണ്ടിരുന്നത് കാരവളിയും പേരൂരും അമ്പലത്തിലാണ്. ഇപ്പോൾ ആധുനിക യുഗത്തിൽ ഈ ഫോണും ഇൻ്റർനെറ്റൊക്കെ വ്യാപകമായപ്പോൾ അട്ടപ്പാടിയെക്കുറിച്ച് പിന്നെ ഇവിടുന്നേ നോയമ്പെടുത്ത് 10-40 ദിവസമൊക്കെ നോയമ്പെടുത്തിട്ടാണ് പേരൂരും കാരമടയൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത്. ഇത് ഇൻ്റർനെറ്റിൽ വ്യാപകമായപ്പോൾ ഇപ്പോൾ ഈ അട്ടപ്പാടിയിൽ സ്ഥിരാമസായ പഴയ പൂർവ്വകർ ഇവർ വന്നത് മുഴുവൻ മേട്ടുപ്പാളയം, ഊട്ടി ഇങ്ങനെയുള്ള ഭാഗങ്ങളിലാണ് വന്നത്. അവരുമായിട്ട് വീണ്ടും ബന്ധപ്പെടുകയും ഇപ്പോൾ ഒരു 4-5 വർഷമായിട്ട് അട്ടപ്പാടിയിൽ ശരിക്കും പറഞ്ഞാൽ ശിവരാത്രി ദിവസം വരുന്നത് ഏറ്റവും കൂടുതൽ തമിഴ്നാട്ടിൽ നിന്നും കോപ്പടിയിൽ നിന്നൊക്കെയാണ്. അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ഈ മലപൂജാരിമാർ ക്ഷേത്രത്തിൽ നിന്നും ആചാരപ്രകാരം ശിവനെ പൂജിച്ച ആ വിഗ്രഹത്തിൻ്റെ സാന്നിധ്യത്തിൽ മലപൂജാരിമാരെ പൂജിച്ച് മലയാത്രയ്ക്ക് അയക്കുകയും അവർ കോഴിക്കോട് സാമൂതിരിയുടെ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന അതായത് രാജകൊട്ടാരത്തിൽ നിന്നും കൊണ്ടുവന്ന എണ്ണയും മൂപ്പിനായരുടെ കുടുംബത്തിൽ നിന്നും കൊണ്ടുവരുന്ന തിരിയും വച്ചിട്ടാണ് ഇവർ കൊണ്ടുപോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് അവിടെ തിരി തെളിച്ചാൽ വൈകുന്നേരം മലമുകളിൽ നിന്ന് നോക്കിയാൽ കോഴിക്കോട് സമുദ്രത്തിൽ സൂര്യൻ അസ്തമിക്കുന്ന കാണാം. ആ അസ്തമന സമയത്താണ് ആ മലമണ്ടയ്ക്കുള്ള പൂജ നടത്തുന്നത്. ആ മലമണ്ടയിൽ ശൂലം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. തൊട്ടടുത്ത് ഒരു ചെറിയ കുളമല്ല, ഒരു കുഴിയുണ്ട്. ആ കുഴിയിലാണ് ഉള്ള തീർത്ഥമാണ് ഇവർ തിരിച്ചു കൊണ്ടുവരുന്നത്. ഈ പോകുന്ന വഴിക്ക് സത്യപാറയുണ്ട്. അതായത് ഈ പോകുന്നവർ വ്രതം മുടക്കിയാൽ സത്യപ്പാറ കടക്കാൻ പറ്റില്ല. സത്യപ്പാറ എന്ന് പറയുന്നത് ഏതാണ്ട് 4 അടി വീതിയും 6 അടി നീളവുമുള്ള ഒരു പാറയാണ്. ആ പാറ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് പോകുന്നത്. ആ പാറ കടന്ന് അപ്പുറത്തോട്ട് പോയിട്ട് വേണം മനുഷ്യർ മുന്നിൽ പോകാൻ. അപ്പോൾ സത്യപ്പാറ കഴിഞ്ഞ് താണ്ടി അവിടെ പോയിട്ട് ഈ പൂജ നടത്തി ആ വിളക്ക് കണ്ടാൽ മാത്രമേ ബാക്കി ഈ അട്ടപ്പാടിയിലുള്ള എല്ലാ ഊരിലെയും ആൾക്കാർ അവരുടെ നൊയമ്പ്, അതുവരെ നൊയമ്പായിരുന്നല്ലോ, പഴം മാത്രം കഴിക്കുന്നത്, അത് മാറ്റിയിട്ട് അവരുടെ ഒരു വർഷത്തെ സമ്പാദ്യവും എടുത്തുകൊണ്ട് അവർ മല്ലീശ്വരം അമ്പലത്തിലേക്ക്, ചെമ്മണ്ണൂർ അമ്പലത്തിലേക്ക് വരുള്ളൂ. ഈ ദീപം കണ്ടാൽ മാത്രമേ അവർക്ക് വയസ്സും കൂടുകയുള്ളൂ. ആദിവാസികൾക്ക്, പഴയ ആദിവാസികൾക്ക് ഇപ്പോഴും ചോദിച്ചാൽ പറയാം, നിങ്ങൾക്ക് എത്ര വയസ്സായി ചോദിച്ചാൽ പറയും, ഒന്നീ പാട്ട് പോടുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ഇത്ര വിളക്ക് കണ്ടു ഇതേ പറയുള്ളൂ. ആ വിളക്ക് കണ്ടതാണ് അവരുടെ ഒരു വർഷം. ഇതാണ് അവരുടെ ആചാരം. ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി മലപൂജാരിമാരെല്ലാവരെയും മല്ലീശ്വരം മുടിയിലേക്കുള്ള വഴിയിലേക്ക് എത്തിക്കും. അവിടെ നിന്ന്
അവർ മല കയറി മല്ലീശ്വരമുടിയിലേക്ക് വൈകുന്നേരം 7 മണിയാകുമ്പോഴത്തേക്കും എത്തും. പിന്നീട് 7:15 മല്ലീശ്വരമുടിയിലേക്ക് അവർ വിളക്ക് തെളിയിച്ചതിന് ശേഷം പിറ്റേന്ന് വെളുപ്പിന് 6 മണിക്ക് അവരവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പായി മല്ലീശ്വരമുടിയുടെ തുഞ്ചത്ത് ഒരു കുഞ്ഞു കുളമുണ്ട്. ഗംഗമ്മ എന്നാണ് അവരെല്ലാവരും അതിന് പേരിട്ട് വിളിക്കുന്നത്. അവിടെ നിന്നും തീർത്ഥമെടുത്ത് മുളങ്കുറ്റിയിൽ നിറച്ചിട്ടാണ് അവർ മലയിറങ്ങുന്നത്. ആ പ്രസാദം ഇവിടെ കൊണ്ടുവന്ന് ഭക്തർക്കെല്ലാം വിതരണം ചെയ്യുന്നതോടുകൂടി ശിവരാത്രിയുടെ ചടങ്ങുകൾ ക്ഷേത്രത്തിലേത് അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ഇവരെല്ലാം പറഞ്ഞതിനനുസരിച്ച് ഈ മല്ലീശ്വരമുടിയുടെ മലയടിവാരത്തുള്ള പന്നിയൂർപ്പടിയിലെ അമ്പലത്തിലെ പൂജ ശക്തമാകുന്നതോടുകൂടി മല്ലീശ്വരമുടിയുടെ തുഞ്ചത്തുള്ള ഗംഗമ്മ എന്ന കുഞ്ഞു കുളത്തിൽ വെള്ളം നിറയുമെന്നാണ് അവർ പറയുന്നത്. ആ വെള്ളമാണ് തിരിച്ചു കൊണ്ടുവരുന്നത്. അങ്ങനെ അതെല്ലാ ഭക്തരിലേക്കും അതെത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയാണ് ശിവരാത്രിയുടെ ചടങ്ങുകൾ. താങ്ക് യു.